അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ തിക്കും വെള്ളം പിടിച്ചിട്ട് എവിടേക്കാണ് യാത്ര എന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് ദത്താഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലാണ്. ഒരുപാട് റീൽസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അമ്പലം. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഈ സ്വാമിയുടെ ക്ഷേത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട? നമ്മളിപ്പോൾ ഉള്ളത് ആലുവ ദേശം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് ദത്ത ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ഇവിടുത്തെ വഴിപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് കൂടുതൽ വഴിപാടുകളൊന്നുമില്ല. നാളികേരം ഒന്നെല്ലാം നമുക്കത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ അങ്ങ് സൗകര്യം ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. നാളികേരം ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ച് അത് 41 ദിവസം വ്രതത്തോട് കൂടിയിട്ട് ആ നാളികേരം ഇവിടെ സൂക്ഷിച്ച് വയ്ക്കും. ഇതിനോടൊപ്പം നമ്മൾ വീട്ടിലും 41 ദിവസം വ്രതം എടുക്കണം. അതെടുത്ത് വ്രതം തെറ്റിക്കാനൊന്നും പാടില്ല. ഈ വ്രതം എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരൊരു റെസീപ്റ്റിൽ നമുക്ക് എഴുതി തരും. അതിനനുസരിച്ച് നമ്മൾ വ്രതം എടുക്കുക. 41 ദിവസം വ്രതം എടുത്ത് വന്നതിന് ശേഷം ഇവിടെ തിരിച്ചു വന്ന് ഒരു 41 പ്രദക്ഷിണങ്ങളും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യസിദ്ധി എന്തായാലും നടക്കും, അങ്ങനെയാണ് വിശ്വാസം. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള ആളുകളൊക്കെ വിശ്വാസമുള്ളവർ വന്ന് പ്രാർത്ഥിക്കുക, എന്തായാലും അതിനൊരു നടന്നിരിക്കും. ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് നടന്നിരിക്കും. അത് വിശ്വാസമാണ്. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ വിശ്വാസമുള്ളവർക്കൊന്നും ദൈവം കൂടും. ഈ അമ്പലം നമ്മുടെ മലയാള മണ്ണിലായിട്ടും മലയാളികളല്ല ഇവിടുത്തെ മെയിൻ ആൾക്കാർ. മൈസൂരിൽ നിന്ന് വന്നിട്ടുള്ള മഠാധിപതി ആൾക്കാരാണ് ഇവിടെ താമസിച്ച് വരുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് എങ്ങനെ ഞാനില്ല. നമ്മളും ഇതുമാതിരി റീൽസിലൊക്കെ കണ്ടറിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. കറക്റ്റ് ഇവിടെ പറഞ്ഞ മാതിരി തന്നെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷം, ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വന്നിരുന്നാൽ തന്നെ. നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. ദത്താത്രേയ അഥവാ ദത്തഗുരു. ആരാണ് ദത്തഗുരു? നമുക്ക് പരിചയപ്പെടാം ദത്താത്രേയ സ്വാമികളെ കുറിച്ച്. ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ കാര്യസിദ്ധിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരുപാട് നാളികേരങ്ങൾ കാണാം ഇരുവശങ്ങളിലായി. ഇതാണ് മഠാധിപതി ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമികൾ. വായുപുത്രനായ ആഞ്ജനേയ സ്വാമിയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ധ്യാനം ചെയ്ത് മനസ്സും ശരീരവും ഒരുപോലെ സ്വസ്ഥമാക്കുക. ഹിന്ദു മതാചാരപ്രകാരം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനിൽ വന്നു ചേരുന്നതാണ് നാളും ഗ്രഹനിലയും. അതുകൊണ്ടുതന്നെ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് അനിവാര്യ ഘടകമാണ്. ഇനി നമുക്ക് ദത്താത്രേയ അല്ലെങ്കിൽ ദത്തഗുരു ആരാണെന്ന് പരിശോധിക്കാം. ദത്താത്രേയ ഒരു ഹൈന്ദവ ദൈവമായി ആരാധിക്കുന്നു. മാതാപിതാക്കൾ അച്ഛൻ അത്രി, അമ്മ അനസൂയ, സഹോദരങ്ങൾ ചന്ദ്ര, ദുർവാസ. അവതാരം ത്രിമൂർത്തി. ഒരു മാതൃകാപരമായ സന്യാസി. സന്യാസത്തിൻ്റെയും യോഗയുടെയും പ്രഭുക്കന്മാരിൽ ഒരാളാണ് ദത്താത്രേയ ഗുരു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 ഹിന്ദു ദൈവങ്ങളുടെ അവതാരവും സംയോജിത രൂപവുമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ആയതുകൊണ്ട് ത്രിമൂർത്തി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു.
കൂടാതെ പരമോന്നതമായ പരബ്രഹ്മത്തിൻ്റെ പ്രകടമാണ് അദ്ദേഹം. ഭാഗവത പുരാണം, മാർക്കണ്ഡേയ പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ജനനത്തെയും ഉത്ഭവത്തെയും കുറിച്ച് കഥകൾ ഓരോരോ പാഠത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഹിന്ദുമതത്തിലെ വേദാന്ത യോഗ പാരമ്പര്യത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പോലെ നിരവധി ഉപനിഷത്തുകൾ അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്ന് അവധൂത ഗീത, അക്ഷരാർത്ഥത്തിൽ സ്വതന്ത്ര ആത്മാവിൻ്റെ ഗാനം, ദത്താത്രേയയുടേതാണ്. കാലക്രമേണ വൈഷ്ണവം, ശാക്തേയം എന്നിവയിൽ പ്രത്യേകിച്ച് ശൈവമതം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഡെക്കാൻ പ്രദേശങ്ങൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാലയൻ പ്രദേശങ്ങളിൽ ദത്താത്രേയ നിരവധി സന്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട്. ലളിത ജീവിതം, എല്ലാവരുടെയും ദയ, തൻ്റെ യാത്രാവേളകളിൽ തൻ്റെ അറിവും ജീവിതത്തിലെ അർത്ഥവും പങ്കുവയ്ക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. മറ്റൊരു ക്ഷേത്രത്തിലും നിങ്ങൾ കണ്ടു കാണില്ല ദത്തഭിക്ഷ അഥവാ ഭിക്ഷ ചോദിക്കുന്ന ദൈവം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം. ലളിതമായ ജീവിതവും എല്ലാവരോടുമുള്ള ദയ. ശത്രു സംഹാര പൂജ. പലർക്കും സംശയം, ആരാണ് ശത്രു? മനുഷ്യരാണോ ശത്രു? മറ്റുള്ളവരാണോ നമ്മുടെ ശത്രു? ഒരിക്കലുമല്ല. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ഉള്ളിലെ ദുഷ്ചിന്തകളാണ് നമ്മളെ ശത്രുക്കൾ. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന, രണ്ടു മനസ്സായി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. ആ ദുഷ്ടചിന്തയെ എടുത്തു കളഞ്ഞ് ആത്മീയത അതിൽ നിറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു ശത്രു സംഹാര പൂജയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഓം ആഞ്ജനേയായ നമ. ജയ് ശ്രീറാം. ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ വായുപുത്രനായ ആഞ്ജനേയ ഭഗവാനെയാണ്. മരുത്വാമല ചുമന്നു നിൽക്കുന്ന ആഞ്ജനേയ സ്വാമി ഉപകാരപ്രിയൻ. നെഞ്ചു പിളർന്ന് വിശ്വാസത്തിൻ്റെയും സത്യസന്ധതയുടെയും നേർക്കാഴ്ച കാണിച്ചു തരുന്ന ആഞ്ജനേയ ഭഗവാൻ. മനസ്സുരുകി ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന, വിളിച്ചാൽ വിളിപ്പുറത്തു വരുന്ന സാക്ഷാൽ ആഞ്ജനേയ ഭഗവാൻ. ചരിത്രത്തിൽ നാം അധികം കണ്ടു കാണാത്ത ആഞ്ജനേയ ഭാവങ്ങളെക്കുറിച്ച് നാം ഇവിടെ വരുമ്പോൾ അറിയപ്പെടുന്നു. എന്നാൽ ആഞ്ജനേയ ഭഗവാനെ സ്തുതിച്ച്, ആഞ്ജനേയ ചരിതങ്ങൾ ആസ്വദിച്ച്, ആഞ്ജനേയ ഭഗവാനെ നമിച്ച് നാം ഇവിടെ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്താൽ നാം വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് കൈവെള്ളയിൽ തന്നെ വരും. എന്നാൽ ഇടഞ്ഞാൽ സാക്ഷാൽ സൂര്യദേവനെ വരെ ഉള്ളിലാക്കാൻ പ്രാപ്തിയുള്ള, അതായത് സൂര്യഭഗവാനെ വരെ വിഴുങ്ങാൻ പ്രാപ്തിയുള്ള ആഞ്ജനേയ ഭഗവാന്റെ ശക്തികളെക്കുറിച്ച് പലർക്കും അറിയില്ല. എന്നെ ഏറെ അതിശയിപ്പിച്ചത് ആഞ്ജനേയ ഭഗവാന്റെ ഇവിടുത്തെ വഴിപാട് പ്രസാദം കണ്ടാണ്. ഇതാണ് ആഞ്ജനേയ പ്രസാദം. മാനം മുട്ടെ വളരാൻ കഴിവുള്ള ശ്രീ വിജയാഞ്ജനേയ പ്രതിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഭോജനശാല. നമുക്ക് ഭോജനത്തിനായി പോവാം. കഞ്ഞിയും കടലക്കറിയുമായിരുന്നു അവിടുത്തെ ഭോജനം കഴിച്ചതിന് ശേഷം പതുക്കെ ഞാൻ ഭോജനശാലയിൽ നിന്നും ഇറങ്ങി. ഇനി അടുത്തത് നാം പോവാൻ പോകുന്നത് അത് പ്രധാനപ്പെട്ട ഒരിടത്തേക്കാണ്.
നമുക്ക് പരിചയപ്പെടാം. ഇനി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കൂടി ഉണ്ട്. അത് കാണാം. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പാതാള പഞ്ചമുഖ ആഞ്ജനേയ പാതാളുണ്ട് അല്ലേ, ക്ഷേത്രം. അപ്പോൾ 5 മുഖത്തിൽ ആഞ്ജനേയ സ്വാമി ഇരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം.
ഇതൊക്കെയാണ് ദത്ത ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ. അപ്പോൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉള്ളവർ ആഞ്ജനേയ സ്വാമിയുടെ അടുത്തേക്ക് വരിക, അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം.